പ്രൈസ് ലോർഡ്. ഹീലിംഗ് ബ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ഓരോരുത്തരും വീഡിയോയുടെ കമൻറ്റ് സെഷനിലൂടെ ഞങ്ങൾ വായിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ചില കോമൺ പ്രശ്നങ്ങളുണ്ട്. മക്കളെക്കുറിച്ചുള്ള ആദി, മക്കളുടെ പരീക്ഷ, കുടുംബത്തിൻ്റെ അവസ്ഥ, അരക്ഷിതാവസ്ഥ, സാമ്പത്തിക ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ സമ്പത്ത് ഇല്ലായ്മ, ആവശ്യമായ സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത അവസ്ഥ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഏകദേശം എല്ലാ ദിവസവും ചില കമൻറ്റുകൾ ആവർത്തിച്ച് ഇടുന്നുണ്ട്. ഒരുപക്ഷെ അത് കോപ്പി പേസ്റ്റ് ഇടുന്നതാകാം. എന്തുവായെങ്കിലും ഈ രാത്രിയിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ഇതിനൊരു പ്രതിവിധി എന്താണ്? ജീവിതത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ആന്തരിക പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ ജീവിക്കാനാണോ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മക്കൾ സ്വസ്ഥതയോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും സന്തോഷത്തോടും ആരോഗ്യത്തോടും ജീവിക്കുന്നത് കാണാൻ മാതാപിതാക്കളായ നമുക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവായ ദൈവം, സ്വർഗസ്ഥനായ പിതാവ്, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരെയും നോക്കി സന്തോഷത്തിൽ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ പിതാവാണ്. യേശു ക്രിസ്തു വന്ന് നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് ദൈവം, യേശു ക്രിസ്തു അധികാരം നൽകി. ഇതിനപ്പുറം നമുക്ക് എന്താണ് ആവശ്യം? ഈ പിതാവ് മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷത്തിനും ആരോഗ്യപരമായ ജീവിതത്തിനും ഐശ്വര്യത്തിനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ ഇന്നത്തെ തിരുവചനത്തിലൂടെ അതിനൊരു പ്രതിവിധിയും കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. സങ്കീർത്തനം 16-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് സങ്കീർത്തകൻ പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ സന്തോഷം, മനസ്സിന് സ്വസ്ഥത, അന്തരാത്മാവിൽ ആനന്ദം, ശരീരത്തിന് ആരോഗ്യം. ഇതുതന്നെയാണ് കമൻറ്റ് സെക്ഷനിലൂടെ ഞാൻ വായിക്കുമ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കെല്ലാം ആവശ്യമാണ് ഹൃദയത്തിൽ സന്തോഷം, ശക്തി, ആരോഗ്യം, ആനന്ദപരമായ ഒരു ജീവിതം. എല്ലാ കാര്യങ്ങളും സ്വസ്ഥമാകുവാണെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ സന്തോഷം വരുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുമെങ്കിൽ അവിടെയാണ് അന്തരാത്മാവിന് ആനന്ദം കിട്ടുന്നത്. ശരീരത്തിന് എപ്പോഴും ഓജസ്സും ശക്തിയും ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഈ സന്തോഷം ഇന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത് ഇതാണ്. ഈ സന്തോഷം നമുക്ക് വരണമെങ്കിൽ ഇതിനകത്തിൽ ഒരു കീ വേർഡുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഈ ഒരു ബോധ്യമാണ് ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കുന്നത്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ കൺമുൻപിൽ കർത്താവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഈശോയുടെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് കണ്ണും നട്ട് നോക്കിയിരിക്കുന്നതല്ല അതിൻ്റെ അർത്ഥം.
ഞാൻ ചെയ്യുന്ന ജോലികളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ വാക്കുകളിൽ, സംഭാഷണങ്ങളിൽ, എൻ്റെ പെരുമാറ്റത്തിൽ എൻ്റെ കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുക്കുക. ദൈവഭയത്തോടെയും ദൈവവിചാരത്തോടെയും നാം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം. അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നവർക്ക് കർത്താവ് എപ്പോഴും കൂടെയുണ്ട് എന്ന ഒരു ധൈര്യം ഉണ്ടാകും. അപ്പോൾ ഏത് പ്രശ്നങ്ങൾ വന്നാലും, നമ്മുടെ ഹൃദയം കലങ്ങിമറിയുന്ന പ്രശ്നങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ട് എങ്കിലും അവിടെയും കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന ആ അവബോധം, എന്ന ബോധ്യം നമുക്ക് ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവും പകർന്നു തരുന്നു. എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ കാണുന്നതിനപ്പുറം എൻ്റെ കൂടെയുള്ള ദൈവം കണ്ടിരിക്കുന്നു. അതിനാൽ കർത്താവിനെല്ലാം സാധ്യമാണ്. എനിക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം? എൻ്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന, കരുതുന്ന എൻ്റെ സ്വർഗീയ പിതാവ്, എൻ്റെ സ്വന്തം അപ്പൻ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? ഈ ഒരു ബോധ്യം, ഈ ലോകം നമുക്ക് മുൻപിൽ എങ്ങനെ ഉണ്ടോ അതുപോലെ ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം എങ്ങനെയാണോ അതിലും അപ്പുറമായി ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാനും ഹൃദയത്തിൽ എപ്പോഴും സന്തോഷിക്കുവാനും സാധിക്കും. ഹൃദയത്തിലുള്ള നമ്മുടെ സന്തോഷം അന്തരാത്മാവിൽ ആനന്ദം പകരും. അന്തരാത്മാവിലുള്ള ഈ ആനന്ദമാണ് ശരീരത്തിലൂടെ അത് കാണിക്കപ്പെടുന്നത്. ശരീരത്തിന് ആരോഗ്യവും പുഷ്ടിയും സ്വസ്ഥതയും ലഭിക്കും. ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതത്തിന് ആവശ്യം കർത്താവിനെ എപ്പോഴും മുൻപിൽ നിർത്തി ജീവിക്കുക, കർത്താവിനെ മുൻപിൽ കണ്ട് ജീവിക്കുക, കർത്താവിൻ്റെ കരം പിടിച്ച് ജീവിക്കുക. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്, എൻ്റെ വലത്തുഭാഗത്ത് ദൈവമുണ്ട് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ശക്തിയാണ്. സാധാരണ എല്ലാവരും വലതുകരം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. വലതുകരം ശക്തിയുടെ കരമായിയാണ് സാധാരണ കാണപ്പെടുന്നത്. ഭക്ഷണം കഴിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം വലതുകരമാണ് കൂടുതൽ പല കാര്യങ്ങൾക്കും. ഇതാണ് ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ക്രമമുണ്ടാകും. ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ശക്തിയാണ്, എൻ്റെ ബലമാണ്, എൻ്റെ സൗന്ദര്യമാണ്, എൻ്റെ സന്തോഷമാണ്, എല്ലാമാണ്. അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം? ഇതാണ് സങ്കീർത്തകൻ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയും. എൻ്റെ കർത്താവിനെ മുന്നിൽ കണ്ട് ഞാൻ ജീവിക്കുക. എൻ്റെ കർത്താവിനെ ഞാൻ ഓർത്ത് ദൈവഭയത്തോടെയും ദൈവത്തിന് പ്രഥമ സ്ഥാനം ജീവിതത്തിൽ കൊടുത്തും നാം ദൈനംദിനമുള്ള ജീവിതം നയിക്കുമ്പോൾ അവിടെ നമുക്ക് സന്തോഷവും ആനന്ദവും സമാധാനവും വിശ്രമവും ലഭിക്കും. ഈ രാത്രിയിൽ നമുക്ക് വന്നുപോയ പാകപ്പിഴകളെ ഓർത്ത് എപ്പോഴൊക്കെ ഞാൻ മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ കൂടെ ആരുമില്ല, എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് പറയുക. കൂടെയുള്ള ദൈവത്തെ കാണാത്തത് കൊണ്ടാണ് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് നാം വിചാരിച്ചിരുന്നത്. അത് തന്നെ ഒരു വലിയ പാപമാണ്. അതിനാൽ കൂടെയുള്ള ദൈവത്തിനെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച്, ദൈവമേ എന്നിലൂടെ നീ എല്ലാം ചെയ്യണമേ, എനിക്ക് ശക്തി തരണമേ, എൻ്റെ കൈ തളരുമ്പോൾ നീ എൻ്റെ ശക്തിയായി എൻ്റെ കൈയിലൂടെ പ്രവർത്തിക്കണമേ, എന്നോടൊപ്പം നീ ഉള്ളതുകൊണ്ട് എൻ്റെ ഹൃദയം ആനന്ദിക്കും, എൻ്റെ അന്തരാത്മാവ് സന്തോഷിക്കും, എൻ്റെ ശരീരത്തിന് പൂർണ്ണതയുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും എന്ന് ഈ അവബോധത്തിൽ ഈ രാത്രിയിൽ നമുക്ക് കിടന്നുറങ്ങാം. എല്ലാ ഭയത്തെയും വെല്ലുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിൽ നമുക്ക് ശക്തിയും ധൈര്യവും പകർന്നു തരട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തെ അലട്ടുന്ന നിരാശയും ഭയവും, മനസ്സിനെ തകർക്കുന്ന പ്രശ്നങ്ങൾ, അന്തരാത്മാവിൽ നെടുവീർപ്പിടുന്ന അവസ്ഥകൾ, ശരീരത്തിലുള്ള രോഗങ്ങൾ, അവരെ അലട്ടുന്ന എല്ലാ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ എല്ലാം ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. പിതാവേ, മക്കളായ ഞങ്ങളുടെ മേൽ ഞങ്ങളെക്കാൾ ഉപരി ശ്രദ്ധയുള്ള, ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ,
ഈ രാത്രിയിൽ അങ്ങയെക്കുറിച്ചുള്ള ചിന്തകളാലും ബോധ്യങ്ങളാലും അങ്ങയുടെ ശക്തിയെക്കുറിച്ചുള്ള അറിവിനാലും എനിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കണമേ. ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മനസ്സിനെ ആശങ്കപ്പെടുത്തിയ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകി, ശക്തി നൽകി, ഓജസ് നൽകി ഒരു പുതിയ ജീവിതം ക്രിസ്തുവിൽ കാണാൻ എനിക്ക് സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവമേ അങ്ങേക്ക് പ്രഥമ സ്ഥാനം നൽകി ഈ ലോകം ഇപ്പോൾ എൻ്റെ മുൻപിൽ ഉള്ളതുപോലെ തന്നെ കർത്താവ് എൻ്റെ മുൻപിലുണ്ട് എന്ന അവബോധം നൽകി, ബോധ്യം നൽകി ഈ രാത്രിയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. കലങ്ങി മറിയുന്ന എൻ്റെ അന്തരംഗത്തെ കർത്താവെ നീ സുഖപ്പെടുത്തണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, യുവതി യുവാക്കളെ, വയോവൃദ്ധരെ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഈ രാത്രിയിൽ അങ്ങയുടെ സാന്ത്വനം അയച്ച്, അങ്ങയുടെ ശക്തി അയച്ച്, അങ്ങയുടെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറച്ച്, അങ്ങയുടെ കരബലത്താൽ ഈ മക്കളെ ബലപ്പെടുത്തി ഇവരെ നല്ല ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിലുള്ള എല്ലാ ഭാരവും ദുഃഖവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആരോടൊക്കെ ഞങ്ങൾക്ക് ോ ക്ഷമിക്കാൻ കഴിയാത്തതുണ്ടോ അവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ ഞങ്ങൾ ആരെ ഭയപ്പെടും? ഈ ഒരു ബോധ്യമുള്ളതുകൊണ്ട് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച്, ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന ബോധ്യത്തോടെ കർത്താവിനെ മുന്നിൽ കണ്ട് എപ്പോഴും അങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിച്ച് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഈ രാത്രിയിൽ അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ അനേക വ്യക്തികളെ, കുടുംബങ്ങളെ സ്പർശിച്ച് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകരുടെ ആന്തരിക ശക്തിക്കും ബലത്തിനും ഈ പ്രാർത്ഥന ഒരു കാരണമായതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയെ നീ കൂടുതലായി അഭിഷേകം ചെയ്ത് കൂടുതൽ വ്യക്തികളെ ഈ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ പ്രാർത്ഥന ദിവസവും കേൾക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ആവശ്യാനുസരണം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് രോഗപീഠകൾ കാരണം ഉറങ്ങാൻ സാധിക്കാതെ വേദനയിലും നിസ്സഹായതയിലും ദുഃഖത്തിലും ഭയത്തിലും കഴിയുന്ന വ്യക്തികളെ ഈ രാത്രിയിൽ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ എടുത്തു മാറ്റി എൻ്റെ കർത്താവിനെ ഇന്നും നാളെയും ഇന്നലെയും എപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ടുറങ്ങാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ. കർത്താവെ, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്ന്, പേടിപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ സുരക്ഷിതമായി കാത്തുകൊള്ളണമേ. ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും നീ തന്നെ ഏറ്റെടുത്ത് ഞങ്ങളെ നീ സുരക്ഷിതമാക്കണമേ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി നിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിരാവിലെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തുകയും ചെയ്യണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ തന്നെ നീ സാധിച്ച് നൽകുന്നതിനെ ഓർത്ത് കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴപ്പെടുത്തി തന്ന് എൻ്റെ കർത്താവിൻ്റെ വലത്തുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുരക്ഷിതമായി നല്ല ഒരു ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടരുത്, കർത്താവ് നിങ്ങളുടെ വലതുഭാഗത്തുണ്ട്. അതിനാൽ കർത്താവ് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ആ കർത്താവിൽ മാത്രം നിങ്ങൾ ശ്രദ്ധയർപ്പിച്ച് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ ഉറങ്ങുക. നാളെ എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കും. വിശ്വസിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.